അതുപോലെ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികര്, സമർപ്പിതര്, ജോളിച്ചന്റെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, പ്രിയ സഹോദരി സഹോദരങ്ങൾ, ഈ അടുത്ത കാലത്ത് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കവിതയുടെ ആരംഭം ഇങ്ങനെയാണ്. പിറക്കുന്ന നാൾ മുതൽ ഓരോ നിമിഷവും മരണത്തിലേക്കുള്ള യാത്ര. പിറക്കുന്ന നാൾ മുതൽ ഓരോ നിമിഷവും മരണത്തിലേക്കുള്ള യാത്ര. മരണത്തിലേക്കുള്ള യാത്ര. ഈ ഭൂമിയിലെ സുഗന്ധ സമ്പന്നമായ 68 വർഷത്തെ ജീവിതത്തിന് ശേഷം അതിൽ 40 വർഷത്തോളം പൗരോഹിത്യ ശുശ്രൂഷ ചെയ്ത് നമ്മോട് കൂടെയായിരുന്ന ജോളിയച്ചൻ ഇന്ന് ദൈവ തിരുസന്നിധിയിലേക്ക് എടുക്കപ്പെടുകയാണ്. ജോളിയച്ചൻ രോഗിയായി ആശുപത്രിയിൽ കഴിയുന്ന സമയത്ത് ബിഷപ്പ് ഹൗസിൽ നിന്ന് ഒരു ഫോൺ ജോളിയച്ചന്റെ ഫോണിലേക്ക് വന്നു. ഞാനാണ് ഫോൺ എടുത്തത്. ഫോൺ എടുത്തു കഴിഞ്ഞപ്പോ തോമസ് ചേട്ടൻ എന്നോട് പറഞ്ഞു, ജോളിയച്ചന് രജിസ്റ്റേർഡ് ലെറ്റർ വന്നിട്ടില്ല, ജോളിയച്ചൻ തന്നെ വന്ന് ഇത് ഒപ്പിട്ട് വാങ്ങണമെന്ന് പറഞ്ഞു. അപ്പൊ ജോളിയച്ചൻ ഡയാലിസിസ് കഴിഞ്ഞ് കൊണ്ടുവന്ന് കെടുത്തിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, ജോളിയച്ചന് വന്ന് വാങ്ങിക്കുക എളുപ്പമല്ല, ഇതാണ് അച്ഛൻ്റെ അവസ്ഥ, ഞാൻ വന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി രജിസ്റ്റേർഡ് കത്ത് സൈൻ ചെയ്ത് വാങ്ങിച്ച് ജോളിയച്ചന്റെ മുറിയിൽ വന്ന് ഇത് എന്താണാവോ എന്ന് വിചാരിച്ച് ഞാൻ തന്നെ തുടർന്ന് നോക്കി. അപ്പൊ അത് അച്ഛൻ്റെ പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷനുള്ള കത്തായിരുന്നു. ഞാൻ ജോളിയച്ചനോട് ചോദിച്ചു, അച്ഛൻ ഇനി വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ടോ, എന്നാണ് അച്ഛൻ യാത്ര പ്ലാൻ ചെയ്യുന്നത്? അപ്പൊ ജോളിച്ചൻ എന്നോട് ചിരിച്ചിട്ട് പറഞ്ഞു, എന്റെ യാത്ര ഇതോടുകൂടി അവസാനിക്കുക, എനിക്കിനി ഒരു വിദേശയാത്രയില്ല. തമ്പുരാൻ തന്ന പാസ്പോർട്ട് എടുത്ത് ഞാൻ തമ്പുരാന്റെ സന്നിധിയിലേക്കാണ് ഇനി യാത്ര പോകുന്നത്, നീ അത് കീറിക്കളഞ്ഞോളം പറഞ്ഞ് അച്ഛൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഞാനത് കീറിക്കളഞ്ഞു. തമ്പുരാൻ കൊടുത്ത പാസ്പോർട്ട് എടുത്ത് ജോലിച്ച് ഇന്ന് തമ്പുരാന്റെ സന്നിധിയിലേക്ക്, വിശുദ്ധ നാട്ടിലേക്ക്, സ്വർഗ നാട്ടിലേക്ക് യാത്രയാവുകയാണ്. അച്ഛൻ്റെ നിര്യാണത്തിൽ ദുഃഖിതരായിരിക്കുന്ന അഭിമന്യ പിതാക്കന്മാർക്കും വൈദികർക്കും സമർപ്പിതർക്കും ജോലിയച്ഛൻ്റെ കുടുംബാംഗങ്ങൾക്കും ഈ ഇടവക സമൂഹത്തിന് മുഴുവൻ ആദ്യമേ തന്നെ പ്രാർത്ഥനയും അനുശോചനവും ഞാൻ അറിയിക്കുന്നു. ജോളിയച്ചൻ മരിച്ചത് ജൂൺ മാസം 19-ാം തീയതിയാണ്. അന്ന് പരിശുദ്ധ പിതാവ് ലയോ മാർപ്പാപ്പയുടെ പൗരോഹിത്യത്തിന്റെ 44-ാമത്തെ വാർഷികം ആഘോഷിക്കുകയുണ്ടായി. തന്റെ പൗരോഹിത്യത്തെ കുറിച്ച് ലയോ മാർപ്പാപ്പ പറഞ്ഞ 3 കാര്യങ്ങൾ ജോളിച്ചനെ കുറിച്ച് പറഞ്ഞു വെക്കാൻ ഞാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു അൾത്താര കുട്ടിയായി ജോളിയച്ചന്റെ കൂടെയുള്ള ബന്ധം തുടങ്ങി അച്ഛന്റെ മരണം വരെ കൂടെ നിൽക്കാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് എന്നെ ഈ അൾത്താരയിൽ നിർത്തുന്നത്. ഏറെ കടപ്പാടോടെ നന്ദിയോടെ ഈ അൾത്താരയില് ജോളിച്ചനെ ഞാൻ അനുസ്മരിക്കുകയാണ്. മാർപ്പാപ്പ തന്റെ പൗരോഹിത്യത്തെ കുറിച്ച് പറഞ്ഞത് 1-ാമത്തെ കാര്യം ഇതാണ്: ഞാൻ ക്രിസ്തുവിന്റെ ദാസനാണ്. വിശുദ്ധ അഗസ്തീനോസിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് മാർപ്പാപ്പ അത് പറയുന്നത്. നിങ്ങളെ എല്ലാവരെയും സാധാരണ അപ്പം കൊണ്ട് പോഷിപ്പിക്കുക എനിക്ക് സാധ്യമല്ല. എന്നെ പോഷിപ്പിക്കുന്ന അതേ മേശയിൽ നിന്നാണ് ഞാൻ നിങ്ങളെയും പോഷിപ്പിക്കുന്നത്. ഞാൻ ക്രിസ്തുവിന്റെ ദാസനാണ്. ജോളിച്ചിനെ കുറിച്ച് ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ തോന്നുന്നത്,
ഈശോയുടെ എളിയ ദാസനായി ഈ ഭൂമിയിൽ പൗരോഹിത്യം ജീവിച്ച് അച്ഛൻ കടന്നു പോകുന്നു. പൗലോസ്ലിഹ ക്രിസ്തുവിന്റെ ദാസൻ, ക്രിസ്തുവിന്റെ അപ്പസ്തോലൻ, ക്രിസ്തുവിന്റെ സഹപ്രവർത്തകൻ, കൂട്ടുവേലക്കാരൻ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്നുണ്ട്. ജോലിച്ചനും ഈ വാക്കുകളെല്ലാം തന്നെ ഏറെ അനുയോജ്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. കുർബാനയ്ക്ക് കൂടുന്ന കാലം തൊട്ട് ഞാൻ ജോലിച്ചനെ കണ്ടു തുടങ്ങിയതാണ്. അവസാനം വരെ ഞാൻ അച്ഛനെ കണ്ടിട്ടുണ്ട്. ഏറ്റവും അവശതയോടെ രോഗിയായിട്ട് കഴിയുന്ന സാഹചര്യത്തിൽ മാത്രമല്ലാതെ ഒരിക്കൽ പോലും വൈദിക വസ്ത്രമില്ലാതെ ജോലിച്ചനെ കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അത്രമാത്രം പവിത്രതയോടെ താൻ അണിഞ്ഞിരിക്കുന്ന ജീവദാസന്റെ വേഷം അഭിഷേകത്തോടെ ജീവിച്ചു തീർക്കാൻ ജോലിച്ചന് സാധിച്ചിട്ടുണ്ട്. ജെരമ്യ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 1 തുടങ്ങിയ തിരുവചന ഭാഗത്ത് കർത്താവ് ജെരമ്യയോട് പറയുന്നുണ്ട്, നീ ചാക്കുകൊണ്ടുള്ള ഒരു ചണവസ്ത്രം വാങ്ങിക്കൊണ്ടുവന്ന് അത് ധരിക്കുക. കുറച്ചു ദിവസം കഴിയുമ്പോൾ പറയുന്നുണ്ട്, നീ അത് അഴിച്ചു മാറ്റി യൂഫ്രട്ടീസ് നദീതീരത്തുള്ള പാരയിടക്കിൽ കൊണ്ടുപോയി വെക്കുക. കുറച്ചു ദിവസം കഴിയുമ്പോൾ വീണ്ടും പറയും, നീ അത് എടുത്തു കൊണ്ടുവരിക. അത് കാണുമ്പോ ആകെ ജീവിച്ചിരിക്കുന്നതാണ് കാണുന്നത്. എന്റെ കർത്താവ് ജെരമ്യയോട് പറയുകയാണ്, അരക്കെട്ടിനോട് ചേർന്നിരിക്കുന്നത് പോലെ നീ എന്നോട് ചേർന്നിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അരക്കെട്ടിനോട് ചേർന്നിരിക്കുന്നത് പോലെ നീ എന്നോട് ചേർന്നിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചുവെന്നാണ് ജെരമ്യയോട് പറഞ്ഞ അതേ വചനം ജോലിയച്ചന്റെ പൗരോഹിത്യ സ്വീകരണ വേളയിലും കർത്താവ് അച്ഛനോട് പറഞ്ഞു കാണും. അതുകൊണ്ട് പൗരോഹിത്യത്തിന്റെ ഈ 40 വർഷവും അരക്കെട്ടിനോട് ചേർന്നിരിക്കുന്നത് പോലെ നിത്യപുരോഹിതനായ ഈശോയോട് ചേർന്നിരുന്ന് പൗരോഹിത്യ ജീവിതം നയിക്കാൻ ജോലിയച്ചന് സാധിച്ചു. രണ്ടാമതായിട്ട് മാർപ്പാപ്പ തന്റെ പൗരോഹിത്യത്തെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത്, പൗരോഹിത്യം എന്നുള്ളത് തമ്പുരാന് നമ്മളെ തന്നെ സമ്മാനമായിട്ട് സമർപ്പിക്കുന്നതാണ്. പൗരോഹിത്യം എന്ന് പറയുന്നത് ദൈവത്തിന് മുൻപാകെയുള്ള വലിയ സമർപ്പണമാണെന്നാണ് മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നത്. ജോലിയച്ചന്റെ സമർപ്പണത്തെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. ദൈവജനത്തോടുള്ള അച്ഛന്റെ സമർപ്പണം എന്തുമാത്രം ആഴമുള്ളതായിരുന്നു, വലുതായിരുന്നുവെന്ന് ഇന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ക്രിസ്തുവിലെ കുർബാനയുടെ സമയത്ത് 2 മണിക്കൂർ നേരം എന്തുമാത്രം ജനങ്ങളാണ് അവിടെ ഒഴുകിയെത്തിയത്. ഇന്നലെ വീട്ടിലാണെങ്കിലും 11 മണി വരെ ഞാനുണ്ടായിരുന്നു. ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കൊല്ലൂരച്ച് മരിച്ചപ്പോഴാണ് ഇത്രമാത്രം ജനങ്ങൾ വരുന്നത് ഞാൻ കണ്ടത്. അത്രമാത്രം ദൈവജനത്തിന്റെ മുൻപിൽ സമർപ്പണത്തോടെ അർപ്പണബോധത്തോടെ ശുശ്രൂഷ ചെയ്യാൻ ജോലിയച്ചന് സാധിച്ചിട്ടുണ്ട്. അച്ഛൻ മച്ചാടി വികാരിയായിട്ട് വരുമ്പോ കരുമത്ര പള്ളി നടത്തുപള്ളിയാണ്. ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രം ഓരോ ദിവസമാണ് വിശുദ്ധ കുർബാനയുള്ളത്. അച്ഛൻ അവിടെ കുർബാനയ്ക്കൊക്കെ വരും. ഷെഡവക്കാർക്ക് കുർബാനയോട് ഇഷ്ടമുണ്ട്, ഭക്തിയുണ്ടെന്ന് കണ്ടപ്പോ ജോലിച്ച് പറഞ്ഞു, സ്ഥിരമായിട്ട് അച്ഛനെ വിട്ട് എളുപ്പമല്ല. എല്ലാ ദിവസവും കുർബാനയ്ക്ക് അനുവാദം ഉണ്ടാകുകയാണ്. അച്ഛൻ തന്നെ അതിനൊരു സൂത്രം കണ്ടുപിടിച്ചു. 50 നോയമ്പിന് എല്ലാ ദിവസവും കുർബാന, 25 നോമ്പില് എല്ലാ ദിവസവും കുർബാന, ഔസേപിതാവിന്റെ വടക്കു മാസത്തില് എല്ലാ ദിവസവും കുർബാന, മാതാവിന്റെ വടക്കു മാസത്തില് എല്ലാ ദിവസവും കുർബാന, ജൂൺ മാസത്തില് ഹൃദയ വടക്കു മാസം എല്ലാ ദിവസവും കുർബാന, കൊന്ത മാസത്തെ എല്ലാ ദിവസവും കുർബാന, നവംബർ മാസം മരിച്ചവരുടെ മാസം കുർബാന. എല്ലാ ദിവസവും എന്ന പോലെ കരുമത്ര പള്ളിയില് അച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നു. രാവിലെ 6 മണിക്ക് കരുമത്ര കുർബാന ചൊല്ലി 6:45 മച്ചാട് പള്ളിയിൽ പോയി അച്ഛൻ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അച്ഛനുണ്ടായിരുന്ന 4 വർഷവും കുർബാന അർപ്പിക്കാൻ അച്ഛൻ കരുമത്ര വന്നിരുന്നു എന്നുള്ളത് അച്ഛന്റെ സമർപ്പണമാണ്.
നമ്മൾ ആരും ഞായറാഴ്ചകളിൽ പള്ളികളിൽ ഉപസാരിപ്പിക്കാറില്ലേ? നമുക്കൊക്കെ ഒരുപാട് തിരക്കുകളും കുർബാനയുടെ എണ്ണം കൂടുതലുണ്ട്. ഞാൻ മുങ്കാട്ടുകര പള്ളിയിലൊരുക്കി ചെന്നപ്പോ ഞായറാഴ്ചയാണെങ്കിലും കൊച്ചച്ഛൻ കുർബാന ചെല്ലുമ്പോ ജോലിച്ചിരുന്ന് കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കുക. നീണ്ട വരി കുമ്പസാര കൂടില്ല അവിടെയുടെ. മടുപ്പ് കൂടാതെ ദൈവജനത്തിന് വേണ്ടി ബലിയർപ്പിക്കാൻ, തിരുക്കർമ്മങ്ങൾ അർപ്പിക്കാൻ മനസ്സ് കാണിച്ച നല്ല ഒരു പുരോഹിതൻ. ജോലിച്ച് ചെയ്ത കൺസിസ്റ്റൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഡയറക്ടറിയിൽ ജോലിച്ച് എഴുതി ചേർക്കാത്തത് കൊണ്ട് നമുക്ക് ആർക്ക് എവിടെ എന്ത് ചെയ്യുന്നതെന്ന് അറിയില്ല. എല്ലാ പള്ളികളിലും അച്ഛൻ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് രണ്ടെണ്ണം മാത്രം ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അൾത്താരയായിട്ടും സിമിത്തേരിയായിട്ടും പള്ളിയായിട്ടും എല്ലാ അറ്റത്തിലും അച്ഛൻ പ്രവർത്തിച്ചിട്ടുണ്ട്. കരുമത്ര അച്ഛൻ എന്നോട് പറയായിരുന്നു, അച്ഛൻ വരുന്ന സമയത്ത് 30 രൂപയാണ് സൺഡേ കളക്ഷൻ ഉണ്ടായിരുന്നത്. 30 രൂപ സൺഡേ കളക്ഷൻ ഉണ്ടായിരുന്ന കരുമത്ര ഇടവകയിലും, മച്ചാട് വേണമെങ്കിൽ 50-60 ഉണ്ടായിരിക്കും, ആ ഇടവകയിലും 13 ലക്ഷത്തോളം വില വരുന്ന രീതിയിൽ അച്ഛന്റെ കാലത്ത് പാരിഷ് ഹോളും വൈദിക മന്ദിരവും പടരും. എല്ലാ വീടുകളിലും ചെപ്പ് വെച്ച് എല്ലാ മാസവും എല്ലാ വീടുകളിലേക്കും ചെന്ന് ഈ ചെപ്പിന്റെ പൈസ കളക്ട് ചെയ്തിട്ടാണ് അച്ഛൻ അവിടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. മച്ചാട് കരിമത്രയൊക്കെ അറിയാവുന്നവർക്കറിയാം, കാടും മലയും ഒന്നും ഒക്കെയുള്ള സ്ഥലങ്ങള്. ഒരു മാസത്തില് 3 ആഴ്ച തന്നെ എല്ലാ വീട്ടിലെത്താൻ അച്ഛനെടുക്കും. പിറ്റത്തെ മാസത്തിലും അങ്ങനെ 4 വർഷം വീട് വീടാതെ കുന്നും മലയും കയറി ഇറങ്ങി ദൈവജനത്തിന് ആവശ്യമാണെന്ന് കണ്ടപ്പോ അധ്വാനിക്കാൻ കഷ്ടപ്പെടാൻ ജോലിയച്ഛൻ ചെയ്യാറായി. ജോലിച്ചനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയും അച്ഛൻ വളരെ സിമ്പിളാണെന്ന്. അഭിവന്റെ ടോണി പിതാവ് ഒരിക്കൽ അച്ഛന്മാരുടെ ഓൺഗോയിങ് ഫോർമേഷന്റെ ഇടയ്ക്ക് പറഞ്ഞത് ഞാൻ ഓർക്കുക. അവൈലബിലിറ്റിയുടെ കാര്യത്തില്, അപ്രോച്ചബിലിറ്റിയുടെ കാര്യത്തില് നമ്മൾ മാതൃകയാക്കേണ്ടത് ജോലിയച്ഛനെയാണെന്ന് പരസ്യമായിട്ട് അന്ന് പിതാവ് അവിടെ പ്രഖ്യാപിച്ചു. എല്ലാ അർത്ഥത്തിലും അപ്രോച്ചബിളാവ്, അവൈലബിളായി ജോലിയച്ഛൻ നമ്മുടെ മുൻപില് മാതൃകയായിട്ട് നിൽക്കുകയാണ്. ജോലിയച്ഛൻ സിമ്പിൾ ആണെന്ന് പറയുമ്പോ അച്ഛന് ചില ബോധ്യങ്ങളുണ്ട്. അച്ഛൻ ആശുപത്രിയിൽ കിടക്കുമ്പോ ആദ്യ സമയത്ത് കാന്റീനിൽ നിന്നാണ് ഭക്ഷണം കൊണ്ടിരുന്നത്. അച്ഛനത് മുഴുവൻ അങ്ങോട്ട് രുചി പിടിക്കുന്നൊന്നുമില്ല. വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണം കൊണ്ടുവരാറുണ്ട്, ഞാനും കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ഒരു ദിവസം എന്നോട് അച്ഛൻ പറഞ്ഞു, എനിക്ക് മുതര കറി വെച്ച് മുട്ടടുന്ന ആഗ്രഹമുണ്ട്. ഇവരോട് പറയുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ അകർന്ന് കൊണ്ടുവരണ്ടേ. ഞാൻ എൻ്റെ അനിയത്തിയോട് പറഞ്ഞ് മുതര കറി വെച്ച് ചപ്പാത്തി ഉണ്ടാക്കി അച്ഛന് കൊണ്ടുവന്ന് കൊടുത്തു. ഒരു ചപ്പാത്തി നല്ല ഇഷ്ടത്തോടെ അച്ഛൻ കഴിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛന് ഇഷ്ടമായെങ്കിൽ ഒരു ചപ്പാത്തി കൂടി തരട്ടെ എന്ന് പറഞ്ഞു വെച്ചു കൊടുത്തപ്പോ അച്ഛൻ എന്നോട് പറഞ്ഞു, ബിജു, രുചി എന്തെന്ന് പറഞ്ഞ് കൂടുതൽ തിന്നു കഴിഞ്ഞാൽ അത് കൊതിയാവും. രുചി ഉണ്ടെന്ന് വിചാരിച്ച് കൂടുതൽ തിന്നു കഴിഞ്ഞാൽ അത് കൊതിയാകും. അതുകൊണ്ട് മതി എന്ന് പറഞ്ഞ് നാളെ കഴിക്കാന്ന് പറഞ്ഞ് അത് മാറ്റി വെച്ചു. ജോലിയച്ഛൻ സിമ്പിൾ ആണെന്ന് പറയുമ്പോ ഇതാണ് ജോലിയച്ഛന്റെ സിംപിളിസിറ്റി, അല്ലെങ്കിൽ ജോലിയച്ഛന്റെ ലാളിത്യം. ഇനി ജോലിയച്ഛൻ ഓരോ കുടുംബങ്ങളിലും ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തിയാണ്. അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങി 5:30 ആവുമ്പോഴേക്കും ഓരോരുത്തർ എന്നെ വിളിക്കും. എപ്പോഴാണ് മൃതസംസ്കാരം? എങ്ങനെയാണ് അച്ഛനൊന്ന് കാണുക? എവിടെയാണ് കാണുക? അച്ഛനാണ് വീട് വെഞ്ചരിച്ച്, അച്ഛനാണ് കല്യാണം ആശീർവദിച്ച്, അച്ഛനാണ് ഞങ്ങളുടെ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ ശക്തി പകർന്നെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെന്നെ വിളിച്ചു. ഇന്നലെ കണ്ടവരും പറഞ്ഞു. ഞാൻ സെമിനാരിയിൽ ചേരുന്ന സമയത്ത് എൻ്റെ ഇടവകയിൽ നിന്ന് അച്ഛന്മാരാരുമില്ല. പോയവരൊക്കെ തിരിച്ചു പോന്നിട്ടുള്ളൂ. ബോസ്കോ പിതാവാണ് എന്നൊക്കെ തിരഞ്ഞെടുക്കാൻ വന്നത്. എൻ്റെ അപ്പനും അമ്മയും എന്നോട് പറഞ്ഞു, നീ പോണ്ട, പോയി കഴിഞ്ഞാൽ ഇതുപോലെ തിരിച്ചു പോരാനുള്ള സാധ്യതയുള്ളത്. ഞാൻ ജോലിച്ചിനോട് ചെന്ന് പറഞ്ഞു, അപ്പനും അമ്മ ഇങ്ങനെ പറയണു, പോയവരൊക്കെ പോന്നേക്കാ, എന്താ ചെയ്യണ്ടേ? ജോലിച്ചൻ പറഞ്ഞു, നീ പേടിക്കണ്ട, തമ്പുരാൻ വിളിച്ചതല്ലേ,
തമ്പുരാൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അന്ന് തന്ന ധൈര്യം, അന്ന് തന്ന ഉറപ്പാണ് എന്നെ ഇയാൾ താങ്ങിയത്. ഒരുപാട് വ്യക്തിത്വങ്ങളിൽ, ഒരുപാട് ജീവിതങ്ങളിൽ ധൈര്യമായി, ആശ്വാസമായി, സമാധാനമായി കടന്നു ചെന്നിട്ടുള്ള ജോളിയച്ചന്റെ പുണ്യപ്പെട്ട ജീവിതം. അച്ഛന്റെ സമർപ്പണ മനോഭാവം എത്രയോ ശ്രേഷ്ഠമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമതായിട്ട് മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നത്, പരിശുദ്ധ അമ്മയാണ് എനിക്ക് മാതൃകയും മധ്യസ്ഥയും സംരക്ഷയും എന്ന്. ജോളിച്ചിന്റെ കഴുത്തില് ആകപ്പാടെ ഉണ്ടായിരുന്നത് ഒരു വെന്തിങ്ങയാണ്. അവസാനം കഴുത്തില് ഡയാലിസിസ് ചെയ്യാൻ സൂചി വെക്കുന്ന വരെയും ആ വെന്തിങ്ങ കഴുത്തിലുണ്ടായിരുന്നു. പിന്നെ അത് കെട്ടുപടഞ്ഞ് ശല്യമായപ്പോഴാണ് അത് ഊരി വെച്ചത്. വളരെ രോഗാവസ്ഥയില് മറ്റം പെരുന്നാൾ വന്നപ്പോ അച്ഛൻ പറഞ്ഞു, അച്ഛന് വനമാതാവിൻ്റെ അടുത്തൊന്ന് പോകണം, വണ്ടിയിലിരുന്ന് മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കൊന്ന് പ്രാർത്ഥിക്കണം, എനിക്കൊന്ന് പോകണമെന്ന് അച്ഛൻ പറഞ്ഞു. ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, കൊണ്ടുപോകുന്നത് റിസ്ക്കാ. വീട്ടുകാർക്കും അത് കേട്ടപ്പോൾ ആശയക്കുഴപ്പം, ഇനി എന്ത് ഉണ്ടാകാം. ഞാൻ അന്ന് രാത്രി അച്ഛനെ കാണാൻ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഞാൻ ബാസ്നച്ചനോട് പറഞ്ഞു, ബാസ്നച്ച, ഇനി ജോളിച്ചനൊരു പക്ഷേ വീട്ടിലേക്കോ മാതാവിൻ്റെ അടുത്തേക്കോ പോവില്ലായിരിക്കും, വരണോർത്ത് വെച്ച് കാണാം, നമുക്ക് അച്ഛനെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ബാസ്നച്ചൻ സമ്മതിച്ചു. അങ്ങനെ അച്ഛനെ പെരുന്നാളിന് കൊണ്ടുവന്ന് കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയി വണ്ടിയിലിരുന്ന് മാതാവിനെ നോക്കി പ്രാർത്ഥിച്ചു. അന്നൊരു ദിവസം മുഴുവൻ വീട്ടിൽ ചെലവഴിച്ച് കുടുംബാംഗങ്ങളെ കണ്ട് സന്തോഷം പങ്കുവെച്ച് അന്ന് വൈകുന്നേരം തിരിച്ചു വന്നു. ഈ അവസാന നാളുകളിൽ അച്ഛൻ്റെ ഡയാലിസിസ് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. 3-3.5 മണിക്കൂർ കൊണ്ട് തീരുന്ന ഡയാലിസിസ് 7-8 മണിക്കൂറൊക്കെ എടുത്തിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ കയറി കാണും. അവസാനം അച്ഛനോട് പറഞ്ഞു, ബിജു, എല്ലാവരും പറയണു പോസിറ്റീവായിട്ട് എടുക്ക്, പോസിറ്റീവായിട്ട് എടുക്ക്, എനിക്ക് തീരെ പറ്റണില്ല. ബഹുമാനപ്പെട്ട ജോസ് ആലപ്പാട്ടച്ഛൻ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മരിച്ചത്. അച്ഛൻ പറഞ്ഞത് ഞാൻ ഓർത്തു, ഡയാലിസിസ് ഒരു കുരിശുമരണമാണെന്ന്. അത്രമാത്രം അസ്വസ്ഥതയും വേദനയും അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ എപ്പോഴും പ്രാർത്ഥിക്കും, ഈശോയെ മാതാവേ, ഈശോയെ മാതാവേ. അച്ഛൻ്റെ സഹനം കുറയ്ക്കാൻ മാതാവ് അച്ഛനെ ഈശോയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയതാണെന്ന് അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ അച്ഛൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. കുടുംബത്തിന് വലിയ അഭിമാനത്തോടെ ജോളിച്ചനെ ഓർക്കാം. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു നല്ല മകനെ തമ്പുരാൻ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളതിൽ അഭിമാനിക്കാം. ഇന്ന് സ്വർഗത്തിലിരുന്ന് ജോളിച്ചൻ്റെ അപ്പനും അമ്മയും മൂത്ത പെങ്ങളും ഇരു കരങ്ങളും നീട്ടി ജോളിച്ചനെ സ്വീകരിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അവസാനമായി ജോളിച്ചൻ പറഞ്ഞൊരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ജോളിയച്ചന് ആഘോഷങ്ങളിലൊന്നും താല്പര്യമില്ല. ചിറ്റിലപ്പള്ളി പള്ളിയിൽ ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ അവർ തീരുമാനിച്ചു പൗരോഹിത്യത്തിൻ്റെ 40-ാം വർഷം റൂബി ജൂബിലി നമുക്ക് ആഘോഷിക്കാവുന്ന. അച്ഛൻ കൂട്ടാക്കിയില്ല. അവസാനം അന്ന് നോമ്പ് വിടാൻ കായും ബീഫൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ ആ ആഘോഷമെന്ന് പറഞ്ഞു വെച്ച് അവസാനം അച്ഛന് വിഷ് ചെയ്തു. ആശംസകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജോളിച്ചൻ്റെ മറുപടി പ്രസംഗം 2 സെന്റൻസാണ്. അച്ഛൻ പറഞ്ഞു ഇങ്ങനെയാ, എനിക്ക് ആരോടും വിഷമമില്ല, എനിക്ക് ആരോടും പരാതിയില്ല, എല്ലാവരോടും സ്നേഹം മാത്രം. എനിക്ക് ആരോടും വിഷമമില്ല, ആരോടും പരാതിയില്ല, എല്ലാവരോടും സ്നേഹം മാത്രം. ജോളിച്ചൻ ഇന്ന് നമ്മളോട് പറയാനുള്ളത് ഇതാണ്, എല്ലാവരോടും സ്നേഹം മാത്രം. ജോളിച്ചൻ്റെ സ്നേഹം നമുക്ക് ഓർക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ ജോളിച്ചന് വേണ്ടി പ്രാർത്ഥിക്കാം. ജോളിച്ചൻ്റെ മാധ്യസ്ഥ്യം നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും പ്രാർത്ഥനയും അനുശോചനവും അറിയിക്കുന്നു. തമ്പുരാൻ ജോളിച്ചൻ്റെ ആത്മാവിന്
നിത്യശാന്തി നൽകട്ടെ.